പോലീസിന് നിയമാനുസൃത നടപടി എടുക്കേണ്ടതിന് പകരം പോലീസ് ആരെ ഭയന്നുകൊണ്ടാണ് ഈ നടപടി എടുക്കാത്തത്? വാഹനത്തിൽ ഇറങ്ങുമ്പോൾ ആയുധധാരികളായ 4ഓളം ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അവിടെ കൊച്ചുകുട്ടികളടക്കം ഞങ്ങൾക്ക് ഇന്ന് പേടിയാണ്. പേടി സ്വപ്നമാണ് ഈ സ്ത്രീ അവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് പേടി സ്വപ്നമാണ്. ഒരു കൊച്ചു കുടില് വെച്ച് ഒരു ബാത്റൂമിൽ പോലും പോകാൻ സൗകര്യമില്ലാതെ കയറ് ചുറ്റിക്കെട്ടി ഒരു പടുത വലിച്ചു കെട്ടി താമസിച്ചുകൊണ്ടിരുന്ന സ്ത്രീ എങ്ങനെ ഇവർ വലിയ ഈ സാമ്പത്തിക സ്രോതസ്സിന്റെ വക്താവായി എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം. അതുപോലെ വലിയ മാഫിയ സംഘം. നമസ്കാരം. വീടിന് മുൻപിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി ഗൃഹനാഥനെ 4 സംഘം ആക്രമിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെ പിടികൂടുന്നില്ല എന്നാരോപിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് നാട്ടുകാരുടെയും അഖില കേരള വിശ്വകർമ്മ സഭയുടെയും BJPയുടെയും ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പായിപ്പാട് പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പ്രസന്നകുമാർ എന്നയാൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അയൽവാസിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. എന്നാൽ അക്രമം നടത്തിയ മറ്റ് 4 പേരെ കൂടി പിടികൂടാനുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രസന്നകുമാറും കുടുംബവും ഉന്നയിച്ചിരിക്കുന്നത്. നിരവധി തവണയാണ് തനിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. 4 തവണ അയൽവാസിയുടെ നേതൃത്വത്തിൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടായി. എന്നാൽ പോലീസ് ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ആണ് പ്രസന്നകുമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇപ്പോൾ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരും ഈ അക്രമത്തിനെതിരെ വ്യാപക പ്രതിഷേധത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബനാഥൻ്റെ ജീവൻ തന്നെ അപഹരിക്കുന്ന തരത്തിലുള്ളൊരു ആക്രമണമാണ് നടന്നത്. അക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനം അടിച്ച് തകർക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിട്ട് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ അധികൃതർ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. നമുക്ക് പ്രതിഷേധത്തിൻ്റെ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുവരാം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സാൻഡിയ പുത്തമ്പരയ്ക്കൽ എന്നയാളെ 5ാം പ്രതിയാക്കി ചേർത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ FIR തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രസന്നകുമാർ നമ്മളോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ജീവന് ഭീഷണി തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ഇങ്ങനെ പ്രതിഷേധത്തിനുള്ള കാരണം? എനിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ട് ഇന്നേക്ക് 8 ദിവസമാകുന്നു. ഈ 8 ദിവസമായിട്ടും അന്വേഷണത്തിൽ വളരെ പുരോഗതിയായിട്ടോ ഒന്നും തന്നെ കാണുന്നില്ല. ആകെ ഒരു പ്രതിയെ മാത്രമാണ് പിടിച്ചത്. ആ പ്രതിയെ പിടിച്ചിട്ട് അത് റിമാൻഡ് ചെയ്തു. ബാക്കി അന്വേഷണം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ യാതൊരുവിധ കാര്യവും മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതിഷേധം നടന്നത്. കൂടുതൽ ആളെ പ്രതി ചേർക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ? അവരാരും CCTV ക്യാമറയ്ക്കകത്ത് തെളിവാണല്ലോ. 4-5 പേര് ആക്രമിക്കുന്നതും വടിവാളും മറ്റുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അതുകൂടാതെ ഈ സ്ത്രീയെ ഗൂഢാലോചന തന്നെ നടത്തിയതെന്ന് മാത്രമല്ല, അവരുടെ വസതിയിൽ നിന്നാണ് ഈ ഗുണ്ടകൾ ഇറങ്ങി വന്നത്. അപ്പം ആ സ്ഥിരം ക്രിമിനലായ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ ജീവന് ഭീഷണി തന്നെ നിലനിൽക്കുകയാണ്. ഈ മേഖലയിൽ നിരന്തരമായി ആക്രമണങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. നാട്ടുകാരുടെ സ്വൈരജീവിതം നഷ്ടമായതാണ് അവർ പറയുന്നത്. ഇപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ അടങ്ങുന്ന ജനകീയ സമിതി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും BJPയുടെ മഹിളാ മോർച്ച നേതാവ് കൂടിയായ ശൈലമ്മ രാജപ്പൻ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് കേൾക്കാം. 2 വർഷമായി സാന്ധ്യ എന്ന് പറയുന്ന വ്യക്തി
ഞങ്ങളുടെ പുത്തങ്കാവ് ക്ഷേത്ര പരിസരത്ത് പ്രസന്നകുമാർജിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് സ്ഥലം മേടിച്ച് താമസിക്കുന്നു. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവായ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവരൊരു യാതൊരു തരത്തിലും ഒരു വരുമാന സ്രോതസ്സുള്ള ഒരു വ്യക്തിയായിട്ടല്ല അവിടെ താമസിക്കാൻ വരുന്നത്. പക്ഷേ ഇന്നുള്ള വരുമാന സ്രോതസ്സിൻ്റെ ഏറ്റവും വലിയൊരു മുഖ്യധാരയിലേക്ക് മാറുകയാണ്. ഒരു വലിയൊരു മാഫിയ സംഘം അടക്കം സാന്ധ്യ നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയൊരു മാഫിയ സംഘം അടക്കം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയ സംഘം പ്രവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മാഫിയ സംഘത്തെ കൊണ്ട് പ്രസന്നകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ നിരവധി പ്രാവശ്യം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രാവശ്യം, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, പല പ്രാവശ്യം ഇതിന് താക്കീതുകൾ കൊടുത്താണ്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി കൊടുത്തുകൊണ്ട് പല പ്രാവശ്യം താക്കീത് കൊടുക്കാൻ ശ്രമിച്ചിട്ട് പോലീസ് ആളുടെ പ്രേരണ കൊണ്ടാണോ ഈ സാന്ധ്യക്കെതിരെ നടപടിയെടുക്കാത്ത എന്നാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. സ്ത്രീയും ഒരു മോളും അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇവര് എങ്ങനെ ഇത്ര വലിയ കോടീശ്വരിയായി? ഒരു കൊച്ചു കുടിൽ വെച്ച് ഒരു ബാത്റൂമിൽ പോലും പോകാൻ സൗകര്യമില്ലാതെ കയറ് ചുറ്റിക്കെട്ടി ഒരു പടുത വലിച്ചു കെട്ടി താമസിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഇത്ര പെട്ടെന്ന് കൂൺ പൊട്ടിമുളയ്ക്കുന്ന അതേ രീതിയിൽ എങ്ങനെ ഇവർ വലിയ ഈ സാമ്പത്തിക സ്രോതസ്സിന്റെ വക്താവായി എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം. അതുപോലെ വലിയ മാഫിയ സംഘം. ഞങ്ങളെ സംബന്ധിച്ചും വായ്പാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ സമാധാനപരമായിട്ട് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു രാഷ്ട്രീയ വിവേചനമോ ഒരു മതപരമായ വിവേചനവും ഇല്ലാതെ ഒരു താമസിക്കുന്ന ഒരു ഏരിയയാണ് ഞങ്ങളുടെ ക്ഷേത്ര പരിസരം. അവിടെ കൊച്ചുകുട്ടികളടക്കം ഞങ്ങൾക്ക് ഇന്ന് പേടിയാണ്. പേടി സ്വപ്നമാണ് ഈ സ്ത്രീ അവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് പേടി സ്വപ്നമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഈ കുട്ടികളെ, ചെറുപ്പക്കാരായ യുവാക്കളെ ക്യാൻവാസ് ചെയ്യുക, ഇവരുടെ കീഴിൽ കൊണ്ടുവരിക, ലഹരി അടക്കമുള്ള വസ്തുക്കളെ ഇവർക്ക് കൊടുക്കുകയും ലഹരിയുടെ വലിയൊരു അന്തരീക്ഷം അവരുടെ കുടുംബാന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. കുടുംബത്തിൽ വെച്ചാണ് നടക്കുന്നത്. പ്രസന്നകുമാറിന് നേരെയുള്ള ആക്രമണം ഉണ്ടായത് ഇവരുടെ പങ്കുണ്ടെന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ്. അതെ, ഇവരുടെ പങ്കുണ്ട്. ഇവരാണ് നിരവധി തവണ, ഏതാണ്ട് 2 വർഷം അവിടെ വന്നപ്പം തൊട്ട് പ്രസന്നകുമാറിന്റെ നേരെ ആക്രമണം തുടങ്ങിയാണ്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ഈ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചടിച്ചു. ഡോക്ടർ എന്നുള്ള സ്റ്റിക്കറൊക്കെ പതിച്ചുകൊണ്ടാണ് കാറൊക്കെ ഓടുന്നത്. പ്രസന്നകുമാറിന്റെ നേരെ വധഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. ആവശ്യം എന്താണ്? പ്രസന്നകുമാറിന്റെ ആവശ്യം, ഞങ്ങൾ ജനകീയ സമിതിയുടെ ആവശ്യം ഒന്ന് തന്നെയാണ്. എന്നാണെന്ന് ചോദിച്ചാൽ അടിയന്തരമായിട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യണം. ഈ മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യുക, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യണം. ഇനിയും വേറൊരു കുടുംബത്തിൽ, എന്നാന്ന് ചോദിച്ചാൽ പ്രസന്നകുമാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഒരു അപശബ്ദം പോലും ആ കുടുംബത്തിൽ നിന്നുണ്ടാകാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് നേരെ എന്തുകൊണ്ട് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നതാണോ പ്രസന്നകുമാർ ചെയ്ത തെറ്റ്? പ്രസന്നകുമാർ ചെയ്ത തെറ്റ് എന്താണെന്ന് പറയട്ടെ. അദ്ദേഹം യാതൊരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരെ ഇത് ഒരു ഭീകരവാദി സ്ത്രീ, ഇവരെ ഭീകരവാദി എന്ന് തന്നെ വേണം മുദ്ര കുത്താനായിട്ട് ഈ സാന്ധ്യയെ. ആ ഭീകരവാദി സ്ത്രീ ഇതേ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടതിന്റെ പിന്നിലെ ചുരുളുകൾ അഴിയണമെന്നുള്ളത് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം കൂടെയാണ്. എന്നാന്ന് ചോദിച്ചാൽ വരും തലമുറകൾ, അവിടെ വളർന്നു വരുന്ന തലമുറകൾക്കെതിരെ ഇവരൊരു ഭീഷണിയാണ്. ഈ സാന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഒരു ഭീഷണിയാണ്. ഇന്ന് പ്രസന്നകുമാർജിക്കാണെങ്കിൽ നാളെ വേറെ ആരൊക്കെയാണ് ഈ ഭീഷണി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പ്രതിഷേധ ധർണ എന്ന് ഞങ്ങൾ ഇവിടെ നടന്നത് തന്നെ തീർച്ചയായിട്ടും ഈ സ്ത്രീക്കെതിരെ അടിയന്തര നിയമാനുസൃത നടപടി ഉണ്ടാകണം. നടപടി ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര വൻ പ്രക്ഷോഭമായിട്ട് ഇരിക്കും. ഞങ്ങൾക്ക് നാട്ടുകാരെ ജീവിക്കണം, സുരക്ഷിതത്വം വേണം. ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ സ്റ്റോക്ക് മെമ്മോ കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ വരെ ആക്രമിച്ച സ്ത്രീ. പോലീസ് എന്തുകൊണ്ട് ഇവരുടെ പേരിൽ നടപടി എടുക്കുന്നില്ല? പോലീസ് ആരെയാണ് ഭയക്കുന്നത്? പോലീസിന് നിയമാനുസൃത നടപടി എടുക്കേണ്ടതിന് പേരും പോലീസ് ആരെ ഭയന്നുകൊണ്ടാണ് ഈ നടപടി എടുക്കാത്തത്? ഒരു വധശ്രമം ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത്, അതുകൊണ്ട് 1.5 കിലോമീറ്റർ പായിപ്പാടും തൃക്കൃത്താനും കൂടെയുള്ള വ്യത്യാസമുള്ളൂ. ഇത്രയും അകലെ, ഇത്രയും ദൂരമേ ഉള്ളൂ, അല്ല ഒത്തിരി ദൂരമൊന്നുമില്ല. ഇവിടെ നിരവധി, അതായത് വനിതാ സമാജക്കാരടക്കമുള്ള ആൾക്കാർ നിരവധി പരാതികൾ ഇവർ മാസ് പെറ്റീഷനായിട്ട് ഇവിടെ കൊടുത്തു. ഇതിനു മുമ്പ് എനിക്ക് സംസാരിച്ച മാത്തുക്കുട്ടി, ഞങ്ങളുടെ ഇതിന്റെ കൺവീനർ, പറഞ്ഞു നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഇവരിപ്പോഴും ഒരു കൂസലില്ലാതാണ് നടക്കുന്നത്. എങ്ങനെ ഇവരുടെ വരുമാന സ്രോതസ് എന്ത്? ഈ മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇവരെ മാഫിയ തലവ, ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് തുറങ്കലടക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരമായിട്ട് പ്രസന്നകുമാർജിക്കും കുടുംബത്തിനും എതിരെ ഉണ്ടായ വിഷയത്തിൽ പോലീസ് ശക്തമായ നിയമാനുസൃത നടപടി എടുത്തില്ല എങ്കിൽ ഞങ്ങൾ മറ്റു നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. പോലീസ് സ്റ്റേഷന് പോലീസുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാക്കി ഞങ്ങൾ മാറ്റും എന്നുള്ളത് ഉറപ്പ് തന്നെ.
അഖില കേരള ഈശ്വര മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ സഭയുടെ സംസ്ഥാന കൗൺസിലറായ പ്രസന്നകുമാർ സാറിനെതിരെ ആണ് ഈ വധശ്രമം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് സ്വന്തം വാഹനത്തിൽ ഇറങ്ങുമ്പോൾ ആയുധധാരികളായ 4ഓളം ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ പ്രതിഷേധം നമ്മളോട് രേഖപ്പെടുത്തിയതാണ്. പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഒരു പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്. ഒരാഴ്ച പിന്നിടുന്നു. ആ ഒരാഴ്ചയിലും ഇത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് നമ്മുടെ പ്രവർത്തകർക്കും അനുയായികൾക്കും തോന്നലുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ ഒട്ടനവധി പ്രവർത്തകർ അണിനിരന്നിരുന്നു. നമ്മൾ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അത് തുടർന്ന് പോലീസ് സർക്കിളും SHO ആയിട്ട് നമ്മൾ ചർച്ച നടത്തി. അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് ഒരാഴ്ചക്കകം ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഈ ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പോലീസിന്റെ കൃത്യനിഷ്ഠമായ അന്വേഷണത്തിലൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമാനുസൃതമായ ശിക്ഷ നേടിത്തരുമെന്ന ഉറപ്പാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പോലീസിൽ പരാതി നൽകിയത്. ആദ്യം പോലീസ് കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെ കേസെടുത്തെങ്കിലും പ്രതിഷേധം ശക്തമായപ്പോൾ ഇപ്പോൾ 5 പേർക്കെതിരെ, അതായത് പ്രസന്നകുമാറിന്റെ അയൽവാസിയായ സ്ത്രീ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുമെന്ന് നാട്ടുകാർ തന്നെ പോലീസിനെ അറിയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. സാൻഡിയ പുത്തൻപൊരിക്കൽ എന്ന സ്ത്രീയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതെന്നാണ് നാട്ടുകാർ അടക്കം ആരോപിക്കുന്നത്. ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് നിരവധി ആളുകൾ വരുന്നതായും അവിടെ എത്തിയ ആൾ തന്നെയാണ്, അല്ലെങ്കിൽ 4 അംഗ സംഘമാണ് ഇത്തരത്തിലൊരു ആക്രമണം പ്രസന്നകുമാറിന് നേരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ തൃക്കൊടിത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ പ്രതികളെ പിടികൂടണം, ഉടൻ തന്നെ പിടികൂടണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, ചങ്ങനാശ്ശേരി.